നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. പ്രൈം ടൈം ന്യൂസിലേക്ക് വിശദമായി. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് എല്ലാ സഹായവും ഉറപ്പാക്കുമെന്ന് NBTC കമ്പനി മാനേജിംഗ് ഡയറക്ടർ KG എബ്രഹാം. അപകടം കമ്പനിയുടെ വീഴ്ചയല്ലെങ്കിലും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറില്ലെന്ന് KG എബ്രഹാം പറഞ്ഞു. മരിച്ചവരുടെ വീട് സന്ദർശിക്കും. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമായതെന്നാണ് കരുതുന്നതെന്നും KG എബ്രഹാം പറഞ്ഞു. ദുരന്തം മാനസികമായി തളർത്തിയെന്ന് NBTC കമ്പനി മാനേജിംഗ് ഡയറക്ടർ KG എബ്രഹാം. കമ്പനിയിലെ എല്ലാവരും കുടുംബാംഗങ്ങളെപ്പോലെയാണ്. അവരെ ചേർത്ത് നിർത്തുമെന്നും കണ്ണീരോടെ KG എബ്രഹാം പറഞ്ഞു. We want our people to be our family and we used to take care of them like a family. When we lost our family members of 49-50 people, I couldn't bear it. They were all my brothers, children. അപകടത്തിൽപ്പെട്ടവർക്ക് സാമ്പത്തിക സഹായം നൽകും. മരിച്ചവരുടെ കുടുംബത്തിന് 8 ലക്ഷം രൂപ വീതം 4 ദിവസത്തിനുള്ളിൽ നൽകുമെന്നും KG എബ്രഹാം. ഞങ്ങൾ അവർക്ക് കിട്ടാനുള്ള വെൽഫെയർ നമ്മൾ 8 ലക്ഷം രൂപ ഓഫർ ചെയ്തത് അതൊരു എത്രയും പെട്ടെന്ന് അത് റിലീസ് ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. അതിനുവേണ്ടി മക്കൾ രണ്ടുപേരും ഈ ഇന്ത്യയിലുള്ള ഞങ്ങളുടെ നിന്ന് അകന്നുപോയ അവരുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ പോയിട്ട് അവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡേറ്റാസ് എടുക്കും. അവരുടെ ഭാര്യ, മക്കളെ, പിന്നെ അപ്പന്, അമ്മ, അവരുടെ അതിൻ്റെ വേണ്ടിയ കാര്യങ്ങൾ, അതിൻ്റെ അക്കൗണ്ട്സ് ഡീറ്റെയിൽ അതെല്ലാം എടുത്തിട്ട് അത് കറക്റ്റായിട്ട് നമുക്ക് നാളെ കോംപ്ലിക്കേഷൻ ഉണ്ടാകാത്ത രീതിയിൽ നമ്മളത് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് നമ്മൾ റിലീസ് ചെയ്യുക പൈസ. ഇൻഷുറൻസ് തുകയായി 4 വർഷത്തെ ശമ്പളവും കുടുംബങ്ങൾക്ക് ലഭിക്കും. ആശ്രിതർക്ക് ജോലി നൽകുമെന്നും കമ്പനി അറിയിച്ചു. അപകടത്തിന് പിന്നാലെ ഇന്ത്യൻ എംബസിയും കേന്ദ്ര സർക്കാരും കൃത്യമായ ഇടപെടലുകൾ നടത്തി. കേരള സർക്കാരിന്റെ ഇടപെടലുകളും ആശ്വാസകരമായെന്ന് KG എബ്രഹാം. അത് വളരെ ശ്ലാഘനീയമാണ്. കുവൈറ്റ് ഗവൺമെൻറ്, ഇന്ത്യ ഗവൺമെൻറ്, ഇന്ത്യൻ എംബസി, നമ്മുടെ കേരള ഗവൺമെൻറ്, എക്സ്പെഷ്യലി ചീഫ് മിനിസ്റ്റർ എല്ലാം ഇത് ചെയ്തിട്ട് നമ്മുടെ മിനിസ്റ്റേഴ്സ് എല്ലാം എയർപോർട്ടിലുണ്ടായിരുന്നു. അതൊരു വലിയ റിയലി വെരി അപ്രീഷിയേറ്റബിളാണ്. വളരെ നല്ല ഇതാണ്. അവരെല്ലാവരുടെയും സഹായം നമുക്ക് കിട്ടി. അവരോടെല്ലാവരും നന്ദിയും കടപ്പാടും തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം അങ്ങനെ ഇതെല്ലാം കണ്ടപ്പോഴത്തെ I was really relieved. ഒരു വലിയ ഒത്തൊരുമയോടെയുള്ള ഒരു പ്രവർത്തനമായിരുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് ലേബർ ക്യാമ്പിലെ തീപിടുത്തത്തിന് കാരണമായതെന്ന് KG എബ്രഹാം പറഞ്ഞു. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 24 കൊച്ചി. കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച 4 പേരുടെ കൂടി സംസ്കാരം നടന്നു. 100 കണക്കിന് ആളുകളാണ് ആദരാഞ്ജലി അർപ്പിച്ചത്. തിരുവല്ല മേപ്രാൽ സ്വദേശി തോമസ് സി ഉമ്മൻ, കീഴ്വായ്പൂർ സ്വദേശി സിബിൻ ടി എബ്രഹാം എന്നിവരുടെ സംസ്കാരം നാളെ നടക്കും. കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച 4 പേരുടെ മൃതദേഹങ്ങളാണ് ഇന്ന് സംസ്കരിച്ചത്. എങ്ങും ഹൃദയഭേദകമായിരുന്നു കാഴ്ചകൾ. ഇടപ്പോൺ ജോസ്കോ ആശുപത്രിയിൽ സൂക്ഷിച്ചിരുന്ന പന്തളം സ്വദേശി ആകാശ് ശശിധരന്റെ മൃതദേഹം രാവിലെ 11 മണിയോടെയാണ് വീട്ടിലെത്തിച്ചത്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, കൃഷിമന്ത്രി P പ്രസാദ്, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു. ഉച്ചയ്ക്ക് 2 മണിയോടെ മുടിയൂർക്കോണത്തെ വീട്ടുവളപ്പിലായിരുന്നു ആകാശ് ശശിധരന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. കണ്ണൂർ സ്വദേശി അനീഷ് കുമാറിന്റെ മൃതദേഹം പയ്യാമ്പലം ബീച്ചിൽ സംസ്കരിച്ചു. മക്കളായ അശ്വിനും ആദിശയും ചേർന്നാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. നരിക്കൽ മാർത്തോമ ചർച്ചിലായിരുന്നു കൊല്ലം പുനലൂർ സ്വദേശി സാജൻ ജോർജിന്റെ സംസ്കാരം. കൊല്ലം വെള്ളച്ചിൽക്കാല സ്വദേശി ലൂക്കോസിന്റെ സംസ്കാരം പെന്തക്കോസ്ത് സഭയുടെ ഫെയ്ത്ത് ഹോം സെമിത്തേരിയിൽ നടന്നു. തിരുവല്ല മേപ്രാൽ സ്വദേശി തോമസ് സി ഉമ്മൻ, കീഴ്വായ്പൂർ സ്വദേശി സിബിൻ ടി എബ്രഹാം എന്നിവരുടെ സംസ്കാരം നാളെ നടക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കൊട്ടാരക്കര. കാസർഗോഡ് മൊഗ്രാൽ പുത്തൂരിൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് അനുവദിച്ചെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥർ വഞ്ചിച്ചതായി പരാതി. രേഖകൾ തിരികെ വാങ്ങാൻ പഞ്ചായത്ത് ഓഫീസിലെത്തിയ സ്ത്രീയെ ഉദ്യോഗസ്ഥൻ പൂട്ടിയിട്ടു. പുത്തൂർ സ്വദേശി സാവിത്രിയുടെ പരാതിയിൽ VO M അബ്ദുൽ നാസറിനെതിരെ പോലീസ് കേസെടുത്തു. ഉദ്യോഗസ്ഥരുടെ വാക്ക് വിശ്വസിച്ചുണ്ടായിരുന്ന വീട് പൊളിച്ചു കളഞ്ഞ സാവിത്രിയും കുടുംബവും പെരുവഴിയിലായി.
സാവിത്രി വീടിനായി ലൈഫ് മിഷനിലും പ്രധാനമന്ത്രി ആവാസ് യോജനയിലും അപേക്ഷ നൽകിയിരുന്നു. ലൈഫ് പദ്ധതിയിൽ പേരുണ്ടെന്ന് പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് അറിയിച്ചു. വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ആവശ്യപ്പെട്ടതനുസരിച്ച് പഴയ വീട് പൊളിച്ചു നീക്കി. ഭൂമി സംബന്ധമായ രേഖകളും കരാർ രേഖകളും കൈമാറുകയും ചെയ്തു. എല്ലാം കഴിഞ്ഞപ്പോഴാണ് വീട് അനുവദിച്ചത് മറ്റൊരു സാവിത്രിക്കാണെന്നും പേര് മാറിപ്പോയതാണെന്നും പറഞ്ഞ് ഉദ്യോഗസ്ഥർ കൈമലർത്തിയത്. വനിതാ കമ്മീഷനിൽ പരാതി നൽകിയ സാവിത്രി പഞ്ചായത്തിൽ നിന്ന് രേഖകൾ തിരികെ വാങ്ങാനെത്തിയപ്പോൾ വിഇഒ എം അബ്ദുൾ നാസർ മുറിയിൽ പൂട്ടിയിട്ടെന്നാണ് ആരോപണം. പോയി എനിക്ക് പേടിച്ചിട്ട് ഞാൻ അവിടെ തട്ടി ആർട്ടതായിട്ട് പേടിച്ചിട്ട് അടിച്ചിട്ട് പോയല്ലേ അയാൾ. ഇപ്പോൾ പോലീസ് ഞങ്ങൾ കൊടുത്തിട്ട അയാൾ തന്നെ കൊടുത്തിട്ട് പോലീസ് വന്ന്. മഴ പെയ്തതോടെ ടാർപോളിൻ ഷീറ്റ് കൊണ്ട് മറച്ച ഷെഡിൽ കുടുംബത്തിന് താമസിക്കാൻ കഴിയാതെയായി. മാനസിക വെല്ലുവിളി നേരിടുന്ന 2 മക്കളുമൊത്ത് വാടക വീട്ടിലാണ് ഇപ്പോൾ താമസം. സാവിത്രി നൽകിയ പരാതിയിൽ വിഇഒക്കെതിരെ കാസർഗോഡ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പൂട്ടിയിട്ടെന്ന പരാതി തെറ്റാണെന്നാണ് അബ്ദുൾ നാസറിന്റെ വാദം. വീട് നിർമ്മാണത്തിന് ഫണ്ട് നൽകാത്തതിനാൽ സാവിത്രി തന്നെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നുമുള്ള അബ്ദുൾ നാസറിന്റെ പരാതിയിൽ സാവിത്രി, വാർഡ് മെമ്പർ പ്രമീള ഉൾപ്പെടെ 7 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. 24 കാസർഗോഡ്. വയനാട് നീർവാരത്ത് ജനവാസ മേഖലയിൽ ഇറങ്ങിയ 2 കാട്ടാനകളെ വനത്തിലേക്ക് തുരത്തി. 2 കൊമ്പന്മാരെയാണ് അമ്മാനി വനമേഖലയിലേക്ക് തുരത്തിയത്. തോട്ടത്തിൽ നിലയുറപ്പിച്ച 2 പിടിയാനകളെ കാട്ടിലേക്ക് തുരത്താൻ ശ്രമം തുടരുകയാണ്. വനംവകുപ്പ് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? വനംവകുപ്പിന് ഒന്നും ചെയ്യാൻ പറ്റാ. ഇവിടുത്തെ സർക്കാരും ചെയ്യാൻ പറ്റാ. ഞാൻ ഇവിടെ എൻ്റെ മുന്നിൽ ഇത് നോക്ക്, എൻ്റെ വീടിൻ്റെ ഈ 2 സൈഡ് കൂടെ ആന വരിക. 1 2 അല്ല, ഇന്നലെ ഓടിച്ചിട്ട് ആനയാടി വരുന്നത്. ഞാൻ ഇന്നലെ 8 മണിക്ക് ആന ഓടിച്ചിട്ടുണ്ട്. ഇപ്പം ഫുള്ളായിട്ടാണ് എല്ലാ വഴിക്കും വരായിരുന്നു. ഉദ്യോഗസ്ഥന്മാര് ഫെൻസിന് മുഴുവൻ തകർത്തു വെച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് കൃഷി എടുക്കാനേ പറ്റുന്നില്ല. ഇത് 30 കൊല്ലമായിട്ട് ഈ ആന വരുന്നുണ്ട്. ഓടിച്ചു വിട്ട് കഴിഞ്ഞാൽ ഈ ആന 6:30 ആകുമ്പോഴേക്കും തിരിച്ച് ഇതേപോലെ തന്നെ തിരിച്ചതിലിറങ്ങും. ഒരു ഫോറസ്റ്റുകാരോട് നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിവിടെ വരികയോ അതിനുള്ള എന്തെങ്കിലും നടപടികൾ എടുക്കുകയോ ഇതൊന്നും ചെയ്യില്ല. നാട്ടുകാരുടെ എല്ലാ മുതലുകളും തിന്നു പോയിക്കോട്ടെ എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ ഇവർക്ക്. ഇവർ നമ്മളിപ്പോൾ ഒരു ആന ഇറങ്ങി ഒരു വളവിനകത്ത് ഇറങ്ങി കഴിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ വരിക. ഇവരുടെ സൗകര്യം പോലെയാണ് ഇവർ വരിക. സുജിത്ത് അയ്യപ്പത്തുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ വയനാട്ടിൽ നിന്ന്. സുജിത്ത്, ഇനി എത്ര ആനകളെ തുരത്താനുണ്ട് ഈ ജനവാസ മേഖലയിൽ നിന്ന്? ഉന്മേഷ്, ഇനി 2 ആനകളെ കൂടി തുരത്താനുണ്ട്. ഇത് പിടിയാനകളാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാവുന്നത്. 2 കൊമ്പന്മാരെ നേരത്തെ തന്നെ തുരത്തി അമ്മാനി മേഖലയിലേക്ക് ഇതിനെ തുരത്തി ഓടിക്കുകയാണ് ഉണ്ടായത്. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടുകൂടിയാണ് വനംവകുപ്പിന്റെ RRT സംഘം ദൗത്യം തുടങ്ങിയത്. പരിയാരത്തെ തോട്ടത്തിനകത്താണ് ആനകൾ നിലയുറപ്പിച്ചിരുന്നത്. ഇന്ന് രാവിലെ മുതൽ ഈ 4 കാട്ടാനകളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് നാട്ടുകാരാണ് വനംവകുപ്പിനെ അറിയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഉച്ചയ്ക്ക് ശേഷം കൃത്യമായ രീതിയിൽ തന്നെ ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകി. എല്ലാവരോടും മാറണം, ജാഗ്രത നിർദ്ദേശം ഉൾപ്പെടെ നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇതേ തുടർന്ന് പടക്കം പൊട്ടിച്ച് ആനകളെ തുരത്തുകയായിരുന്നു. ആദ്യം 2 കൊമ്പന്മാരെയാണ് തുരത്തിയത്. ഇനി 2 പിടിയാനകൾ കൂടി ഈ തോട്ടം മേഖലയിലുണ്ട് എന്നുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ പടക്കം പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. സ്വാഭാവികമായും ആ ആനകളെ കൂടി തുരത്താനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ കാപ്പിത്തോട്ടത്തിനകത്താണ് ഈ ആനകളുള്ളത്. ഇതിന് താഴെ കമുകിൻ തോട്ടമാണ്. ആ കമുകിൻ തോട്ടത്തിനുള്ളിലൂടെ എത്തിച്ച് ഈ ഒരു പുഴ കടത്തുന്നതിന് മുമ്പായി വയലുണ്ട്. ആ വയലിലൂടെ ഓടിച്ച് പുഴ കടത്തി നേരെ അമ്മാനി വനമേഖലയിലേക്ക് അങ്ങോട്ട് മാറ്റുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പുഞ്ചവയൽ, നീർവാരം, അതോടൊപ്പം തന്നെ ഈ പരിയാരം ഉൾപ്പെടെയുള്ള ഈ മേഖല എന്ന് പറയുന്നത് വലിയ രീതിയിൽ കാട്ടാനകളുടെ ശല്യമുള്ള മേഖലയാണ്. ആളുകൾക്ക് കൃഷി ഇറക്കാനൊന്നും കഴിയാത്ത സ്ഥിതിയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധവും ആളുകൾ ഉന്നയിക്കുന്നുണ്ട്. തഹസിൽദാരുടെ വാഹനം തടഞ്ഞ ഉൾപ്പെടെ ഒരു പ്രതിഷേധവുമായി നാട്ടുകാർ എത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും 2 ആനകളെ കൂടി തുരത്താനുണ്ട്. ആ ദൗത്യം തുടരുകയാണ് വനംവകുപ്പ്. ശരി, സുജിത്ത് അയ്യപ്പത്താണ് വിശദാംശങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്നും. CPIഎമ്മിന് അതിരൂക്ഷ വിമർശനവുമായി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. CPIഎമ്മിന്റെ മുസ്ലിം വിരുദ്ധ പ്രചാരണം BJPക്ക് ഗുണം ചെയ്തു. സമസ്തയെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ നീക്കം നടത്തിയെന്നും മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രികയിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിമർശിച്ചു. മുസ്ലിം വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിൽ CPIഎമ്മിന് ആത്മാർത്ഥതയില്ലെന്ന് കുറ്റപ്പെടുത്തുന്നതാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ അഭിമുഖം. സദാം ഹുസൈന്റെയും പലസ്തീന്റെയും പേര് പറഞ്ഞ് CPIഎം മുസ്ലിം വോട്ടുകൾ തട്ടാൻ ശ്രമിച്ചു. എന്നാൽ ഏക സിവിൽ കോഡും മുത്തലാഖ് നിരോധനവും ലവ് ജിഹാദും ആദ്യം കേട്ടത് CPIഎമ്മിൽ നിന്നാണെന്ന് തങ്ങൾ ആരോപിക്കുന്നു. കേരളത്തിൽ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അട്ടിമറിച്ചെന്നും വിമർശനം.
രാഷ്ട്രീയം പറയാനില്ലെങ്കിൽ പല കുതന്ത്രങ്ങളും CPIM പുറത്തെടുക്കാറുണ്ട്. കോഴിക്കോട്ടെ കരീംക പ്രയോഗവും വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ടും ഉദാഹരണങ്ങളായി തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. CPIM വിതയ്ക്കുന്നത് BJP-യാണ് കൊയ്യുന്നതെന്നും സാദിഖ് അലി തങ്ങൾ കുറ്റപ്പെടുത്തി. സമസ്തയെ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴയ്ക്കാൻ CPIM നീക്കം നടത്തി. ലീഗ് സമസ്ത ബന്ധം CPIM പഠിക്കണമെന്നും സാദിഖ് അലി തങ്ങൾ പറയുന്നു. CAA പലസ്തീൻ വിഷയങ്ങളിൽ കോൺഗ്രസിന് നിലപാടില്ലെന്ന് ചൂണ്ടിക്കാട്ടി ലീഗിനെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു CPIM-ന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. എന്നാൽ ഇത് വിലപ്പോയില്ലെന്നാണ് തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ലീഗിന്റെ വിലയിരുത്തൽ. ഇതിനു പിന്നാലെയാണ് CPIM-നെ ലീഗ് അധ്യക്ഷൻ കടന്നാക്രമിച്ചത്. 24 കോഴിക്കോട്. മലപ്പുറം AR നഗർ ബാങ്ക് തട്ടിപ്പിൽ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് ആദായ നികുതി വകുപ്പിന്റെ റിക്കവറി നോട്ടീസ്. മുൻമന്ത്രി PKK ബാബു ഉൾപ്പെടെ 16 പേർക്കാണ് നോട്ടീസ് അയച്ചത്. കണക്കുകൾ ഹാജരാക്കിയില്ലെങ്കിൽ സ്വത്തുക്കൾ പിടിച്ചെടുക്കുമെന്നാണ് മുന്നറിയിപ്പ്. അന്തരിച്ച 2 നേതാക്കൾക്കുൾപ്പെടെ 16 പേർക്കാണ് ആദായ നികുതി വകുപ്പ് കോഴിക്കോട് സെൻട്രൽ സർക്കിളിൽ നിന്ന് നോട്ടീസ് അയച്ചത്. AR നഗർ ബാങ്കിലെ നേതാക്കളുടെ അക്കൗണ്ടിലേക്ക് 2016 മുതലെത്തിയ നിക്ഷേപത്തിന്റെ സ്രോതസ് വെളിപ്പെടുത്തണമെന്നാണ് ആവശ്യം. ലീഗ് നേതാവ് PKK ബാവ 1.18 കോടിയുടെയും ലീഗ് വയനാട് ജില്ലാ മുൻ പ്രസിഡന്റ് PPA കരീം 1.35 കോടിയുടെയും കണക്ക് വ്യക്തമാക്കണമെന്ന് നോട്ടീസിൽ പറയുന്നു. 7 ദിവസത്തെ സമയമാണ് ഇതിനായി നൽകിയത്. ഇതിനോടകം കണക്ക് നൽകിയില്ലെങ്കിൽ സ്വത്ത് ജപ്തി ചെയ്യുമെന്നും നോട്ടീസിലുണ്ട്. അക്കൗണ്ട് വഴിയുള്ള പണമിടപാട് വിവരങ്ങൾ തേടി നേരത്തെ നേതാക്കൾക്ക് നോട്ടീസ് നൽകിയിരുന്നു. ഇതിനു മറുപടി നൽകാതിരുന്നതോടെയാണ് ആദായ നികുതി വകുപ്പ് റിക്കവറി നോട്ടീസ് നൽകിയത്. മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിലുള്ള AR നഗർ ബാങ്കിൽ ഉടമകളറിയാതെ കോടികളുടെ നിക്ഷേപം നടന്നെന്ന ആരോപണത്തിന് പിന്നാലെയായിരുന്നു സംസ്ഥാന സഹകരണ വകുപ്പിന്റെയും ആദായ നികുതി വകുപ്പിന്റെയും അന്വേഷണം. 24 കോഴിക്കോട്. K. കരുണാകരനും O. രാജഗോപാലിനും ശേഷം കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ സംസ്ഥാനത്തിനായി ഒന്നും ചെയ്തില്ലെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. പ്രസ്താവനയിൽ മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ അതൃപ്തി പ്രകടിപ്പിച്ചു. മൺമറഞ്ഞ കോൺഗ്രസ് നേതാക്കളെ സുരേഷ് ഗോപി പുകഴ്ത്തിയതിൽ രാഷ്ട്രീയം കാണേണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പ്രതികരിച്ചു. തൃശൂർ പൂങ്കുന്നത്തെ മുരളി മന്ദിരത്തിലെത്തി K. കരുണാകരന്റെയും ഭാര്യയുടെയും സ്മൃതിമണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി മടങ്ങവെയായിരുന്നു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കേരളത്തിൽ നിന്നുള്ള മുൻ കേന്ദ്രമന്ത്രിമാരുടെ പ്രകടനത്തെക്കുറിച്ച് പറഞ്ഞത്. ലീഡർ ശ്രീ കരുണാകരൻ ചെയ്ത കേരളത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഒരു ദീപസ്തംഭത്തിലുള്ള ഒരു സ്വാധീനം എന്ന് പറയുന്നത് കേരളത്തിന് നന്മയായി വന്ന് ഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ശ്രീ O. രാജഗോപാലിന് മാത്രമാണ് അതിനോട് അടുത്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. K. കരുണാകരൻ കോൺഗ്രസിന്റെ പിതാവാണെന്നും ഇന്ദിരാഗാന്ധി ആധുനിക ഇന്ത്യയുടെ മാതാവാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇന്ദിരാഗാന്ധിയെ ഭാരതത്തിന്റെ മാതാവ് എന്ന് കാണുന്നത് പോലെ ലീഡർ ശ്രീ കരുണാകരനെ അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ മുൻഗാമികളൊക്കെ ഇതിന്റെ ഫൗണ്ടേഴ്സ്, കോ ഫൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടാവും. അവരോടൊന്നും അപമര്യാദയല്ല. സുരേഷ് ഗോപിക്ക് മറുപടിയുമായി മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ രംഗത്തെത്തി. എനിക്ക് ബോധ്യമുണ്ടല്ലോ ഞാൻ എന്താ ചെയ്തതെന്ന്. കേരളത്തിലെ ജനങ്ങൾക്കും ബോധ്യമുണ്ട്. അദ്ദേഹത്തോട് ഒന്നും കൂടി ചോദിക്കും. അപ്പൊ അദ്ദേഹം യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത് എന്താണെന്ന് പറയും. നിങ്ങൾ പറയുന്നത് തന്നെയാണോ അദ്ദേഹം പറഞ്ഞത്, അത് തന്നെയാണോ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യമാണ് മനസ്സിലാവുന്നത്. ഇന്ദിരാഗാന്ധിയെ പ്രശംസിച്ചുള്ള സുരേഷ് ഗോപിയുടെ പരാമർശത്തോട് V. മുരളീധരൻ പ്രതികരിച്ചില്ല. പ്രസ്താവനയിൽ രാഷ്ട്രീയം കാണേണ്ടതില്ലെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞത്. 24 തൃശൂർ. മുൻ മുഖ്യമന്ത്രി K. കരുണാകരന്റെയും പത്നി കല്യാണിക്കുട്ടിയുടെയും സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. K. കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ഉൾപ്പെടെയുള്ള BJP നേതാക്കൾക്കൊപ്പമാണ് സുരേഷ് ഗോപി സ്മൃതി മണ്ഡപത്തിലെത്തിയത്. ലൂർദ് പള്ളിയിൽ സുരേഷ് ഗോപി സ്വർണ്ണക്കൊന്ത സമർപ്പിച്ചു. രാവിലെ BJP പ്രവർത്തകർക്കും K. കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാലിനുമൊപ്പം സ്മൃതി കുടീരത്തിലെത്തിയാണ് സുരേഷ് ഗോപി പുഷ്പാർച്ചന നടത്തിയത്. കേരളം കണ്ട കരുത്തനായ ഭരണാധികാരിയാണ് K. കരുണാകരനെന്നും സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്നും സുരേഷ് ഗോപി. എന്റെ തലമുറയിലെ ഒരുപക്ഷെ ധീരനായ ഒരു ഭരണകർത്താവ് എന്ന നിലയ്ക്ക് ആരാധന തീർച്ചയായിട്ടും ആ വ്യക്തിയോടാണ്. പിന്നാലെ ലൂർദ് പള്ളിയിലെത്തി സുരേഷ് ഗോപി സ്വർണ്ണക്കൊന്ത സമർപ്പിച്ചു. ഇപ്പോൾ കേന്ദ്ര സഹമന്ത്രി കൂടിയായിരുന്നു
ഇപ്പോൾ നമ്മുടെ പള്ളിയിൽ സന്ദർശിക്കുവാൻ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം ഒരു സമർപ്പണം ജപമാല, സ്വർണത്തിൻ്റെ ജപമാല പരിശുദ്ധ അമ്മയെ ധരിപ്പിച്ച് സമർപ്പിച്ചു. ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പാട്ടുപാടി. വളരെ സന്തോഷമുണ്ട്. മകളുടെ കല്യാണത്തോടനുബന്ധിച്ച് സുരേഷ് ഗോപി ലൂർദ് പള്ളിയിൽ കിരീടം സമർപ്പിച്ചത് ഏറെ വിവാദമായിരുന്നു. ചെമ്പുകിരീടമാണ് സമർപ്പിച്ചതെന്ന തരത്തിൽ കടുത്ത സൈബർ ആക്രമണമാണ് സുരേഷ് ഗോപി നേരിട്ടത്. 24 തൃശൂർ. ഡോക്ടർ RLV രാമകൃഷ്ണന് എതിരായ അധിക്ഷേപ പരാമർശത്തിൽ നർത്തകിയും അധ്യാപികയുമായ സത്യഭാമയ്ക്ക് ജാമ്യം. നെടുമങ്ങാട് SC/ST കോടതിയാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. സത്യം ഒരിക്കൽ ബോധ്യപ്പെടുമെന്നും ആരെയും അവഹേളിച്ചിട്ടില്ലെന്നും സത്യഭാമ പ്രതികരിച്ചു. 7 ദിവസത്തിനുള്ളിൽ കേസ് പരിഗണിക്കുന്ന കോടതിയിൽ ഹാജരാകണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടതോടെയാണ് സത്യഭാമ ഇന്ന് നെടുമങ്ങാട് SC/ST കോടതിയിൽ ഹാജരായത്. സത്യഭാമയുടെ ജാമ്യത്തെ RLV രാമകൃഷ്ണനും പ്രോസിക്യൂഷനും ശക്തമായി എതിർത്തു. സംഭവശേഷവും സമാന പ്രതികരണം സത്യഭാമ മാധ്യമങ്ങളിൽ ആവർത്തിച്ചുവെന്നും ജാമ്യം അനുവദിക്കരുതെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. കറുപ്പും വെളുപ്പും ജാതിയും മതവും തിരിക്കുന്ന സാമൂഹ്യ സെപ്പറേഷൻ ഉണ്ടാക്കിയെടുത്ത ഈ സ്ത്രീക്ക് ഇത്രയും അനുകൂലമായിട്ടുള്ള ഒരു വിധി, ഒരു കീഴ്വഴക്കം അത് അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നാണ് പറയാനുള്ള കാര്യം. 7 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് കസ്റ്റഡി ആവശ്യമില്ലെന്നും പ്രതി സ്ത്രീയാണെന്നതും പ്രായവും പരിഗണിക്കണമെന്നും സത്യഭാമയ്ക്കായി ഹാജരായ അഡ്വക്കേറ്റ് BA ആളൂരും വാദിച്ചു. കുറെ കാലമായിട്ട് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു എന്നും അവർ പറഞ്ഞത് ജനറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നും അത്തരത്തിൽ ഒരു പ്രത്യേക വ്യക്തിയെയോ സമൂഹത്തെയോ ഉദ്ദേശിച്ചുകൊണ്ടല്ല, അത് SC/ST വകുപ്പിന്റെ അധികാര പരിധിയിൽ വരുന്നതല്ല എന്നുള്ള വാദമാണ് ഉന്നയിച്ചത്. അഭിമുഖമെടുത്തത് 2ഉം 3ഉം പ്രതികളായതിനാൽ സത്യഭാമ തെളിവ് നശിപ്പിക്കാൻ വഴിയില്ലെന്ന വാദം അംഗീകരിച്ചാണ് ജാമ്യം അനുവദിച്ചത്. ആവശ്യപ്പെടുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകണമെന്നും പരാതിക്കാരനെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചു. കോടതിയിൽ വിശ്വാസമുണ്ടെന്നും തൊഴിലിന്റെ ഭാഗമായി പറഞ്ഞതാണെന്നും സത്യഭാമ. കോടതിനെ പൂർണ്ണമായിട്ടും വിശ്വാസമാണ്. അതേപോലെ തന്നെ എന്റെ വക്കീലിനെയും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ തൊഴിലിന്റെ ഭാഗമായിട്ട് പറഞ്ഞു. ഞാൻ ഒരു വ്യക്തിയും പറഞ്ഞിട്ടില്ല. യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു സത്യഭാമ RLV രാമകൃഷ്ണനെ ജാതീയമായി അധിക്ഷേപിച്ചത്. 24 തിരുവനന്തപുരം. ഹജ്ജ് തീർത്ഥാടകരുടെ അറഫ സംഗമം പുരോഗമിക്കുന്നു. അറഫയിൽ നടന്ന നമസ്കാരത്തിലും പ്രഭാഷണത്തിലും ലക്ഷക്കണക്കിന് ഹാജിമാർ പങ്കെടുത്തു. മിനായിൽ ജംറയിലെ കല്ലേറ് കർമ്മം നാളെ ആരംഭിക്കും. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്നെത്തിയ തീർത്ഥാടക ലക്ഷങ്ങൾ അറഫയിൽ സംഗമിച്ചിരിക്കുകയാണ്. ഹജ്ജിനെത്തിയ 20 ലക്ഷത്തോളം തീർത്ഥാടകരും ഇപ്പോൾ അറഫയിലുണ്ട്. തമ്പുകളിലും അറഫയിലെ നമിറ പള്ളിയിലുമൊക്കെയായി തീർത്ഥാടകർ ആരാധനാ കർമ്മങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. നമിറ പള്ളിയിൽ നടന്ന നമസ്കാരത്തിനും ഖുതുബക്കും ഷെയ്ഖ് മാഹിർ അൽ മുഅഖ്ലി നേതൃത്വം നൽകി. الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم. കനത്ത ചൂടിനെ വകവെക്കാതെ തീർത്ഥാടകരിൽ ഭൂരിഭാഗവും ടെന്റുകൾക്ക് പുറത്ത് പ്രാർത്ഥനയിലാണ്. അറഫയിലെ ചരിത്രപ്രസിദ്ധമായ ജബലുർ റഹ്മ മല രാവിലെ മുതൽ തന്നെ തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞു. ഇന്ന് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം തീർത്ഥാടകർ അറഫയിൽ നിന്നും 15 കിലോമീറ്ററോളം അകലെയുള്ള മുസ്ദലിഫയിലേക്ക് പോകും. ഇന്ന് രാത്രി മുസ്ദലിഫയിലെ തുറന്ന മൈതാനത്തായിരിക്കും തീർത്ഥാടകർ. മീനായിലെ ജംറകളിൽ എറിയാനുള്ള കല്ലുകൾ ഇവിടെ നിന്ന് ശേഖരിക്കും. നാളെയാണ് ജംറകളിൽ കല്ലേർ കർമ്മം ആരംഭിക്കുന്നത്. മക്കയിൽ നിന്നും ജലീൽ കണ്ണമംഗലം, 24. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. വിഴിഞ്ഞം തുറമുഖത്തിന് കസ്റ്റംസിന്റെ അംഗീകാരം. തുറമുഖത്ത് ചരക്ക് നീക്കം ഇതോടെ നിയമവിധേയമായി. അനുമതി ലഭിച്ചത് കേന്ദ്ര കസ്റ്റംസ് മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ വിഴിഞ്ഞം തുറമുഖം നടപ്പാക്കിയതോടെ. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളും സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ ജവാന് വീരമൃത്യു. 8 മാവോയിസ്റ്റുകളെ വധിച്ചു, 2 ജവാന്മാർക്ക് പരുക്ക്. തൃശൂർ, പാലക്കാട് ജില്ലകളിൽ വിവിധയിടങ്ങളിൽ നേരിയ ഭൂചലനം. 3 തീവ്രത രേഖപ്പെടുത്തി. കുന്നംകുളത്ത് നിരവധി വീടുകൾക്ക് വിള്ളൽ. കോട്ടയം ചിങ്ങവനം പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ തമ്മിൽ സംഘർഷം. 2 സിവിൽ പോലീസ് ഓഫീസർമാർ തമ്മിലടിച്ചു. സംഘർഷത്തിൽ കലാശിച്ചത് ബൈക്ക് പാർക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട തർക്കം. പ്രൈം ന്യൂസിലേക്ക് തിരികെ. BJP നേതാവ് ശോഭാ സുരേന്ദ്രനെതിരെ മാനനഷ്ട കേസ്. LDF കൺവീനർ EP ജയരാജൻ കണ്ണൂർ കോടതിയിലാണ് കേസ് ഫയൽ ചെയ്തത്. EP ജയരാജന് BJP ബന്ധമുണ്ടെന്ന് ആരോപിച്ച് ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് നടപടി. ഷഫീദ് റാവത്തറുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, വിവരങ്ങൾ.
ഉന്മേഷ്, BJP പ്രവേശന ആരോപണത്തിന് പിന്നിൽ ഗൂഢാലോചന എന്ന EP ജയരാജൻ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ കേസെടുക്കാൻ വകുപ്പില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നേരത്തെ പ്രാഥമിക അന്വേഷണം നടത്തിയ പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ഈ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു EP ജയരാജന്റെ BJP പ്രവേശനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അത് ആരോപണങ്ങളായി തൊടുത്തുവിട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാന ചർച്ചാ വിഷയവും അതായിരുന്നു. ഇതിന് പിന്നാലെ പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ LDF കൺവീനർ EP ജയരാജൻ നേരിട്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രനെതിരെ മാനനഷ്ട കേസ് കണ്ണൂർ കോടതിയിലാണ് EP ജയരാജൻ ഫയൽ ചെയ്തിരിക്കുന്നത്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന്. ചില വാർത്തകൾ കൂടി ചുരുക്കത്തിൽ. യൂറോ കപ്പിൽ ഇന്ന് സൂപ്പർ പോരാട്ടം. രാത്രി 9:00 സ്പെയിൻ ക്രൊയേഷ്യക്കെതിരെ. 2020 ലോകകപ്പിൽ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ കാനഡയെ നേരിടും. മത്സരം രാത്രി 8-ന് ഫ്ലോറിഡയിൽ. നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഖിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു. നടപടി മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് പരാതി. CPM നേതാക്കളും മന്ത്രി സജി ചെറിയാനും പങ്കെടുക്കാനിരുന്ന പരിപാടിയിൽ നിന്ന് ഇറങ്ങിപ്പോയതിൽ വിശദീകരണവുമായി മുൻ മന്ത്രി G സുധാകരൻ. പരിപാടി വൈകിയതോടെ മറ്റൊരു ചടങ്ങിൽ പങ്കെടുക്കാനുള്ളത് കൊണ്ടാണ് വേദി വിട്ടത് എന്ന് വിശദീകരണം. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ യൂത്ത് ലീഗ് നേതാവ് മുഹമ്മദ് കാസിം കുറ്റക്കാരനല്ല എന്ന പോലീസ് റിപ്പോർട്ട് ആയുധമാക്കി UDF. പ്രതികൾ ആരാണെന്ന് പോലീസിനും CPM-നും അറിയാമെന്ന് ഷാഫി പറമ്പിൽ. പ്രൈം ടൈം ന്യൂസ് പൂർത്തിയാകുന്നു. ഇനി ഇന്ന് സംഭവിച്ചത് TK റിജിത്ത്. നമസ്കാരം.